ഒന്നിച്ച് കാടിന്റെയും മലയുടെയും മഴയുടെയും സംഗീതമായി ഒഴുകിയ ചാലക്കുടി പുഴ ഒരു രാക്ഷസ പ്രവാഹമായി മുഴുവൻ ചാലക്കുടിക്കാരെയും കണ്ണീർ കുടിപ്പിച്ച കഥകൾ മറക്കാറായിട്ടില്ല. എങ്കിലും പ്രളയത്തെ തന്നെ ഓർത്ത് കണ്ണീർ വാർത്തു നിൽക്കുന്നതിനപ്പുറം അതിജീവനത്തിലേക്കും വലിയ ഉത്തരവാദിത്തത്തിലേക്കും കണ്ണു തുറക്കേണ്ടതുണ്ടെന്നാണ് ചാലക്കുടി പോയ ദിവസങ്ങളിൽ തെളിയിച്ചിരിക്കുന്നത്. ചാലക്കുടി പുഴയുടെ കരയിൽ നിന്നും ജനവിധി തേടി യാത്ര പുറപ്പെടുമ്പോൾ പുഴ പോലെ കണ്ണീരൊഴുകിയ നാടിന്റെ സങ്കടങ്ങൾക്കൊപ്പം കരുത്തും താങ്ങുമായ മനുഷ്യരെയും പ്രസ്ഥാനങ്ങളെയും കൂടി കൺമുന്നിൽ കാണുകയാണ്. ഇപ്പൊ ചാലക്കുടി പുഴയാണ് ഇപ്പൊ നമ്മുടെ പിന്നിൽ കിടക്കുന്നത്. ഈ പുഴയാണ് ഈ നാട് മുഴുവൻ മുക്കിയത് അല്ലേ? എത്രമാത്രം ഭീകരമായിരുന്നു അത് അന്നത്തെ? ഈ പുഴ ഇപ്പൊ ശാന്തമായിട്ട് കിടക്കുന്നു. ഇത് അവിടെ ഒഴുകിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൗത്ത് ജംഗ്ഷനെ മൊത്തം വെള്ളത്തിലാഴ്ത്തി. ഗവൺമെന്റ് ഹോസ്പിറ്റല്, ഇവിടെയുള്ള ഹോസ്പിറ്റലൊക്കെ മുങ്ങി. ഹോസ്പിറ്റല് ഫുള്ള് മുങ്ങി. ഇവിടുത്തെ വീടുകളൊക്കെ മുങ്ങിയിട്ടുണ്ട്. എല്ലാം ഫുള്ള് മുങ്ങിക്കായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ട് എന്ന് വെച്ചാലും ഇതിനും ഹൈറ്റിലായിരുന്നു വെള്ളം കയറിയായിരുന്നു. കയറി ഹോസ്പിറ്റലിലെ ഒരു ഫസ്റ്റ് ഫ്ലോറ് ഫുള്ള് വെള്ളത്തിലായിരുന്നു. അവിടുത്തെ സാധന സാമഗ്രികളെല്ലാം പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്നിട്ട് നമ്മളെ സൗത്ത് ജംഗ്ഷൻ മൊത്തത്തില് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോട്ടും അതേ അവസ്ഥ തന്നെ. ഇവിടെയാണല്ലേ കലാഭവമണിയുടെ വീട്? മണിച്ചേന്റെ വീട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പുഴ പോകുമ്പോ അധികം ദൂരമില്ല, നമ്മള് റോഡ് വഴി കുറച്ച് ദൂരം. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് മുങ്ങി. ആ ഭാഗങ്ങളെല്ലാം, അത് ചാലക്കുടിയിലെ മൊത്തം ഈ പുഴയുടെ സൈഡിലുള്ളത് മൊത്തം മുങ്ങിയൊക്കെയായിരുന്നു. അത്രമാത്രം രൂക്ഷമായിരുന്നു അല്ലേ? നമുക്കത് ഇവിടെ വന്ന് കാണുമ്പോ ശരിക്കും ഈ പുഴയാണ് അന്നത് ചെയ്തത് എന്നുള്ളത് നമുക്ക് ആർക്കും തോന്നില്ല. അത്രമാത്രം ഭയങ്കരമായിരുന്നു. അപ്പൊ ആളുകളൊക്കെ എങ്ങനെയാണത്? ആളുകളെ ഇവിടെയുള്ള ഒരുപാട് പേര് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റിയായിരുന്നു. ഫസ്റ്റത്തെ ആ ഒരു ദിവസത്തിലാണ് ഓഗസ്റ്റ് 5-നാണ് ഒരുവിധം വെള്ളം പിന്നെ അങ്ങോട്ട് കയറുന്നതിനനുസരിച്ച് ആളുകളെ ഇങ്ങനെ മാറ്റി. പാലത്തിന്റെ മുകളിലോട്ടായിരുന്നു. അവിടെ ഒരു പാലം നമ്മള് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് പാലത്തിന്റെ മുകളിൽ, ഇരിങ്ങാലക്കുട കണ്ടില്ലേ? അതിന്റെ മുകളിൽ വരെ 2 ദിവസം. പക്ഷെ വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല. പാലമൊന്നും കേടുപാടുകൾ മനുഷ്യജീവനുകളൊന്നും ഒന്നും സംഭവിച്ചില്ല. അതിനൊക്കെ എന്തായാലും മുൻകരുതലുകളെല്ലാം എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിൽ അപകടമൊന്നും ഉണ്ടായില്ല. അതിന് വലിയൊരു കാര്യമാണ്. നാഷണൽ ലെവലിലുള്ള ക്വാളിറ്റി അഷുറൻസിൽ 98.2% നേടി ഇന്ത്യയിലെ തന്നെ താലൂക്ക് ആശുപത്രികളിൽ 1ാം സ്ഥാനം നേടിയ അങ്ങനെ ആ ഒരു നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ പ്രളയം ബാധിച്ച് ഹോസ്പിറ്റലിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടത്. ഇപ്പൊ ഈ ഇലക്ഷൻ നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ ചാലക്കുടിയുടെ പ്രളയ സമയത്ത് ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്ത് ചെയ്തു, രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്തു എന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എത്രമാത്രം ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഈ പ്രളയത്തിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? നമുക്കതില് എന്തായാലും 100% തന്നെ എന്ന് പറയാൻ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. കാരണം ഇവിടുത്തെ ചാലക്കുടി നഗരസഭയും MLA-യുടെ നേതൃത്വത്തില് MP-യുടെ നേതൃത്വത്തില് വളരെയധികം ഉത്സാഹകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ആശുപത്രി ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ഒരു കൊല്ലം കഴിഞ്ഞാൽ പോലും ഇത് നല്ല രീതിയിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അന്ന് ഇത് നശിച്ചു കിടക്കണപ്പോൾ നമുക്ക് തോന്നിയത്. പക്ഷെ അതല്ല, എങ്ങനെയാണ് ഗവൺമെന്റ് സഹായങ്ങൾക്ക് കിട്ടാൻ സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് MLA ചെയ്തത് ഇവിടുത്തെ സൊസൈറ്റികള്, അതുപോലെ ബഹുജന എന്താ പറയാ മറ്റ് സാമൂഹ്യ സംഘടനകൾ, അതായത് ലയൺസ് ക്ലബ്ബ്, റോട്ടറി, അങ്ങനെയുള്ള ഇതുകള്, അതുപോലെ തന്നെ ഓരോ വ്യക്തികള്, അങ്ങനെ എല്ലാവരെയും സമീപിച്ച് പ്രധാനമായിട്ട് അതിൽ എടുത്തു പറയേണ്ടത് നമ്മളുടെ സഹകരണ സംഘം തന്നെയാണ്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികമായിട്ടല്ല എന്തൊക്കെ ഉപകരണങ്ങൾ ഇവിടേക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ അങ്ങനെ അവരൊക്കെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടി അവരെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സ്പോൺസർ ചെയ്യിച്ച് അങ്ങനെ
വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. OP സെക്ഷനിൽ നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായതുകൊണ്ട് OP അവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഈ അവിടെയാണ് OP സെക്ഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ എത്രയും പെട്ടെന്ന് സേവനങ്ങൾ ഒരുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇവിടുത്തെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ആള് വളരെയധികം ഉത്സാഹത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ഹോസ്പിറ്റൽ, കാരണം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആശ്രയിക്കുന്ന, അത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നുമില്ലാതെ ഏറ്റവും നല്ല എല്ലാവരും വന്ന് ഒരു സമീപിക്കുന്ന ഇതാണ്. അപ്പം ഈ നാടിന്റെ ആശ്രയ കേന്ദ്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് പുനരുജ്ജീവിപ്പിക്കേണ്ടതൊരു ആവശ്യമായിട്ട് തന്നെയുള്ള കാര്യമാണ്. അപ്പൊ അതിന് ഇപ്പൊ MP-യുടെ ഇപ്പൊ ഗവൺമെന്റ് എയ്ഡൊക്കെ നമുക്ക് കിട്ടി. 74 ലക്ഷം രൂപ ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അനുവദിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫണ്ട് ഗവൺമെന്റ് നമ്മുടെ ഫണ്ട് ഒരു 2.5 കോടി രൂപ അതൊക്കെ ഇപ്പൊ നമുക്ക് കിട്ടി. ഇവിടെ ആരോഗ്യമന്ത്രി അതുപോലെ മറ്റു മന്ത്രിമാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് ഇതിനൊരു ഒരു പരിഗണന കൊടുത്തുകൊണ്ട് മന്ത്രിമാര്, തൃശ്ശൂർ ജില്ലയിലെ എല്ലാ മന്ത്രിമാരും ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വരെ ഇടപെടലുണ്ട് ഇവിടെ എത്തി. അപ്പം നമുക്കറിയാം മറ്റ് വലിയ ഹോസ്പിറ്റലോട് കിടപിടിക്കണ ഒരു ജില്ലാ ഹോസ്പിറ്റലാണെന്നാണ് കേന്ദ്രമന്ത്രി നമ്മളോട് ചോദിച്ചത്. അപ്പൊ അത്രയധികം പ്രാധാന്യം, പിന്നെ ഇത് ആ രീതിയിൽ ഇപ്പൊ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പടി മുകളിൽ മാത്രമല്ല, അതൊരു പല മടങ്ങ് മുകളിലായിരിക്കും ഞങ്ങൾ ഇനി. അത് യാതൊരു സംശയവുമില്ല. ഒരു പ്രളയത്തിനും കീഴ്പ്പെടുത്താനാവില്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. അത് 1-2 ആഴ്ചക്കുള്ളിൽ മിക്കവാറും ഞങ്ങൾ OP മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് നേരിൽ കാണാൻ സാധിക്കും. ചാലക്കുടിയിൽ എവിടെയും കലാഭവൻ മണിയുടെ അദൃശ്യമായ സാന്നിധ്യമുണ്ട്. മണിയുടെ പാട്ടിൻ്റെ ഈണത്തിലല്ലാതെ ഇവിടെ ഒരു ഇലയനക്കം പോലും സംഭവിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നും. ചാലക്കുടിയുടെ സ്വന്തം പുത്രനായ ആ അനശ്വര ഗായകന്റെയും നായകന്റെയും ജീവിതത്തിന്റെ ഒരേട് ഏറെക്കാലം ഈ ഓട്ടോ സ്റ്റാൻഡായിരുന്നു. ആരരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ ടിക്കർ വലിച്ചെന്റെ കൈയിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി. അപ്പൊ ഈ മണിയുടെ ഒരു ഓർമ്മയ്ക്കാണ് ഈ സ്റ്റാൻഡ് നിലനിൽക്കുന്നത് തന്നെ അല്ലേ? മണിയൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അങ്ങനെ ഒരു ജീവിതകാലം കൂടി മണിക്കുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടിട്ടായിരിക്കണം നിങ്ങൾ പരിഗണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പേര്, അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ നിങ്ങൾ ഇവിടുത്തെ ഓട്ടോക്കാരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് മായില്യം അറിയില്ല ഒരുപക്ഷെ ഈ കാലത്ത് ഒരുപക്ഷെ ഒരു മണിയുടെ ഒരു അഭാവം നിങ്ങൾ വല്ലാതെ അറിയുന്നുണ്ടാവും. അതിനേറ്റവും ഒരു ഉദാഹരണം ഈ ഇവിടെ നടന്ന കണ്ണമ്പുഴ ഉത്സവത്തിന് മണിയുടെ അവിടെ നിന്ന് താലം വരിക, അതില് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് സന്തോഷിപ്പിക്കുക, തുള്ളിച്ചാട, അതൊക്കെയായിരുന്നു മണിച്ചേട്ടൻ്റെ ആ ഒരു ദിവസങ്ങൾ. അത് ഏത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ആള് ആ ദിവസങ്ങളിൽ വരും പരിപാടികളിൽ പങ്കെടുക്കും. എല്ലാവർക്കും കാണുന്നവർക്കും ഒരു രസമായിരുന്നു അത് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇന്നസെന്റ് ചേട്ടൻ ഇങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞത് അല്ലേ? അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള, അദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്ത് പോലും അടുപ്പമുള്ള ആളാണ് മണി. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ വരികയാണ്. അപ്പോൾ ഈ മണിയുടെ ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടാവില്ല ഇവിടെ. അപ്പോൾ നമ്മുടെ ഇത് സംബന്ധിച്ച് ഞാനൊരു CPM കാരനാണ്. ഇന്നസെന്റ് ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ആ ജയിക്കണ ആഗ്രഹത്തിനപ്പുറത്ത് നിങ്ങൾ ഈ ഓരോ വഴികളിലൂടെയും സഞ്ചരിക്കുന്നവരാണ്. ഇവിടുത്തെ നാടിൻ്റെ മാറ്റം, വികസനം ഒക്കെ നിങ്ങൾ തിരിച്ചറിയുന്ന ആളുകളാണ്, വളരെ നന്നായിട്ട് അറിയുന്നവരാണ്. ആളുകൾ ഏറ്റവും സാധാരണക്കാല ആളുകളുമായി ഇടപഴകുന്ന ആളുകളാണ്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു ഭംഗികളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളായിരിക്കും അറിയുന്നുണ്ടാവുക. എന്താണ് ഈ ഒരു നാടിന് വന്നൊരു മാറ്റം?
നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പോകുന്ന ഒരുവിധം റോഡുകൾ, ആദ്യ റോഡുകളെല്ലാം വളരെ മോശമായിരുന്നു. വണ്ടി പണിയാൻ കീടനാശിനി വണ്ടി പണിയാൻ ഇതുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റോഡുകളെല്ലാം അത്യാവശ്യം സ്ഥലങ്ങളിലെല്ലാം പണികളൊക്കെ തീർന്ന് നമുക്ക് വണ്ടിക്കൊന്നും മെയിൻ്റെനൻസ് അധികം വരാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട്. ചാലക്കുടിയിലെ റോഡുകളൊക്കെ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലുള്ള ഈ പാലം പോലും ഒരു വികസനത്തിൻ്റെ ഒരു അടയാളമാണ് അല്ലേ? ഈ നാടിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു അടയാളമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മണിയെക്കുറിച്ച്, മണിയുടെ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്ന കാലത്ത് ഉള്ള ജീവിതത്തെക്കുറിച്ച് അതൊക്കെ ചിലപ്പോൾ ആ കാലത്ത് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ പറഞ്ഞു കേൾവികളുണ്ടാവും, ഒരുപാട് അനുഭവങ്ങളുണ്ടാവും അയാളുടെ ഒരു ജീവിതം. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? പാവങ്ങളുടെ നാട് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു താറചാട ഇല്ലാത്ത, എപ്പോഴും എന്തെങ്കിലും ഇവിടെ ചാലക്കുടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നൊരു നാടാണ്. നിങ്ങൾ ഈ ബോർഡ് വെച്ച് ഓരോ ദിവസവും കലാഭവൻ മണിയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കലാഭവൻ മണി ഇല്ലാത്ത ഒരു ദിവസം ആ വ്യക്തി എന്നൊരു പ്രതിഭ, അതൊരു പ്രതിഭ. അതിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെന്ത് പേരിടണം അതും ചോദിച്ചിട്ടാണ് നമ്മുടെ. അത്രയും ഒരു പ്രതിഭേനെ നമ്മൾ എന്താ പറയുക. ഇന്നും നമുക്ക് എത്ര സിനിമാ നടന്മാർ മരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സിനിമ ഫീൽഡിൽ, എത്ര കലാകാരന്മാർ മരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇന്നും ഏതെങ്കിലും ഒരു സിനിമാ നടൻ്റെ വീട്ടിൽ പോവുകയോ അദ്ദേഹത്തിന് ഇത് മറവ് ചെയ്തിരിക്കുന്ന ആ കബറത്തിൽ പോയിട്ടൊരു തിരിവെക്കുകയോ പൂവിടുകയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്നും നിങ്ങൾക്ക് കാണാം, ഒരു ദിവസം നിങ്ങൾ അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ വരികയും അവിടെ പൂവിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പം എന്താണ് മണി? അതിന് ചോദ്യമില്ല, ഉത്തരവും കിട്ടാത്തൊരു സമസ്യ. പ്രളയകാലത്ത് മണി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുമായിരുന്നു. മണിക്ക് ഒരുപാട് നല്ല ആർക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഓടിയെത്തിയാണ് കാര്യങ്ങളും ചെയ്ത്. മണിയാവുമായിരുന്നു അന്നത്തെ നായകൻ അല്ലേ? മണി എപ്പോഴും നായകനാണ് നിങ്ങളുടെ മനസ്സിൽ, എല്ലാവരുടെ മുന്നിലും. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഓട്ടോ തൊഴിലാളികളുടെ ആ ഒരു സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഈ ഒരു പ്രളയത്തിൽ? എല്ലാവരും പ്രളയത്തിൽ ആ സമയത്താണ് എല്ലാവരും മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു പ്രാർത്ഥിച്ചു പോയത്. മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ മണിച്ചേട്ടൻ പൂർണ്ണമായി 100% മണിച്ചേട്ടൻ അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മണിച്ചേട്ടൻ തന്നെ എല്ലാം ഭംഗിയാക്കിയാണ്. മണിച്ചേട്ടൻ്റെ ഒരു കുറവ് ആ സമയത്ത് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും അന്നാണ് മണിച്ചേട്ടനെ എല്ലാവർക്കും മനസ്സിലായാലും മണിച്ചേട്ടൻ്റെ ആ പോരായ്മ മനസ്സിലായത് എല്ലാവർക്കും. നാടൻ പാട്ടുകളുടെ വലിയ രാജകുമാരൻ കലാഭവൻ മണിയെ ഓർക്കാതെ ചാലക്കുടിക്കാർക്ക് ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. മണി നിലച്ചാലും നിലക്കാത്ത സംഗീതത്തിൻ്റെ കൈവഴികളിലൂടെയല്ലാതെ ചാലക്കുടി പുഴ ഇപ്പോഴും ഒഴുകുന്നില്ല. ജനവിധി തേടിയുള്ള ഞങ്ങളുടെ ഈ യാത്രയിലും ഈ ചാലക്കുടിക്കാരൻ ചെങ്ങാതിയെ എങ്ങനെ ഓർക്കാതിരിക്കാനാവും? അപ്പോൾ ഇതാണ് മണിയുടെ പ്രശസ്തമായ പാടി. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലത്തെ ജീവിതം അല്ലേ? ജീവിതവും മരണവും. അതെ അതെ അതെ. ഇത് അത്രമാത്രം ഓർമ്മകൾ കാണാൻ ഇപ്പോഴും ആളുകൾ വരുന്നുണ്ടല്ലേ? അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ കണ്ടു, ആളുകൾ വന്നു പോയേക്കണം. ശനിയും ഞായറും ഒക്കെ നല്ല തിരക്കാണ് ഇവിടെ ഈ പ്രദേശത്ത് കാണാൻ. കൂടുതലും തിരുവനന്തപുരം, കൊല്ലം തെക്ക് ഭാഗം, പിന്നെ കണ്ണൂര്, കാസർഗോഡ് ആ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര്. ഈ ഹൈവേയിലൂടെ പോകുന്നവരൊക്കെ ഇവിടെ ഒന്നും കയറാതെ പോവില്ല. ഇപ്പോ ആ ഭാഗത്തുനിന്ന്, കണ്ണൂർ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പഠിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നാ മണിച്ചന്റെ പാടിയെന്ന് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞ് നേരെ ഒരുപക്ഷെ നാളെ ഒരു വലിയൊരു അങ്ങനത്തെ ഒരു കേന്ദ്രം പോലെ മരണം കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഈ വഴികളെല്ലാം ബ്ലോക്കായിരുന്നു. അത്രയധികം ആളുകൾ വന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരു പാട്ടുകാരനെയും തേടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിത സ്ഥലം തേടി എനിക്ക് തോന്നുന്നു ഇങ്ങനെ വരുന്നുണ്ടാവില്ല, ആരും വന്നിട്ടുണ്ടാവില്ല. ഒരു കലാകാരനെ തേടിയിട്ടും അയാളുടെ നാട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ വരുന്നുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ജീവിതം ഇവിടെ തുടിച്ചു നിൽക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ ഈ ഒരു പാടിയുടെ ചരിത്രം എന്താണ്? ഇത് അദ്ദേഹം പാടിയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അറിഞ്ഞിരിക്കുന്നിടത്തോളം ആളുടെ അച്ഛൻ, ആള് ചെറുതായിരിക്കുമ്പോ അച്ഛൻ പണിയെടുത്ത ഒരു സ്ഥലമാണിത്. അച്ഛൻ ജോലി ചെയ്ത സ്ഥലം. അപ്പോ ആള് അത്യാവശ്യം സാമ്പത്തിക കൈ കഴിഞ്ഞപ്പോ അച്ഛന്റെ ഒരു ഓർമ്മ, അച്ഛന്റെ വേർപ്പ് തുള്ളികൾ വീണ സ്ഥലമാണല്ലോ അത്. അങ്ങനെ സ്വന്തമാക്കാനുള്ള ഒരു മോഹമായിരുന്നു. അങ്ങനെയാണ് സ്വന്തമാക്കിയതാണ്. ഇപ്പോ അച്ഛന്റെ വേർപ്പ് തുള്ളികളും ആളുടെ മരണവും ഒക്കെ ഈ പാടിയിൽ തന്നെ
ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ അന്ത്യം ഉറങ്ങുകയാണ് എല്ലാവരും. തൊണ്ണൂറുകളിൽ കലാഭവൻ മണി പാടി സൂപ്പർ ഹിറ്റാക്കിയ ചാലക്കുടി ചന്തയാണിത്. പ്രളയം ഇവിടെ ചന്തയെയും ആശുപത്രിയെയെല്ലാം മുക്കിയപ്പോൾ മണിയുടെ ആ ഉല്ലാസഗാനം ഒരു ദുഃഖഗാനമായി മാറി. എന്നാൽ വീണ്ടും മലയോര മണ്ണിന്റെ സ്നേഹവ്യാപാരങ്ങളിലൂടെ പോയിമറഞ്ഞ ഉല്ലാസങ്ങളും പ്രസരിപ്പുമെല്ലാം ഈ നാട് വീണ്ടെടുത്തു എന്നതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ ഈ ചന്തയും ആ പ്രളയത്തിൽ മുങ്ങിയല്ലേ? അന്ന് എങ്ങനെയായിരുന്നു അത്? പൂർണ്ണമായി മുങ്ങി എന്ന് തന്നെ പറയുന്നതാണ് ശരി. അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് ഈ കമ്പോളത്തെ വീണ്ടും ഒരു മെച്ചപ്പെട്ട കമ്പോള രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഈ നാട്ടിലെ കച്ചവട സംഘടനകളും ഈ തൊഴിലാളി സംഘടനകളും നാട്ടുകാരും എല്ലാവരും കൂട്ടമായി പ്രയത്നിക്കുകയും മന്ത്രിയുടെയും MLA-യുടെയും MP-യുടെയും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സാധിച്ചു. നാടൻ പാട്ടുകളുടെ ഈണത്തിലാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. നാടൻ പാട്ടുകൾ എന്നാൽ കലാഭവൻ മണി തന്നെയായ കാലത്ത് ചാലക്കുടി പുഴ മണിയുടെ പാട്ടുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ആ മണിമുഴക്കം നിശ്ചലമായപ്പോൾ മലയാളിയുടെ നാടൻ പാട്ടിന്റെ ചരിത്രത്തിൽ ചാലക്കുടി പുഴയെ സ്ഥാനപ്പെടുത്തുന്നത് ഇന്നൊരു പെൺ ശബ്ദമാണ്. ഞാനും നീയും നമ്മളെ തമ്മില് എന്തിനും മിണ്ടാതിരിക്കണം, നീയും ഞാനും നമ്മളെ തമ്മില് എന്തിനു വാളൊങ്ങിപ്പായണം, ഞാനും നീയും നമ്മളെ തമ്മില് എന്തിനും മിണ്ടാതിരിക്കണം, നീയും ഞാനും നമ്മളെ തമ്മില് എന്തിനു വാളൊങ്ങിപ്പായണം. തെയ്താരോ തെയ്താരോ തകതിന്തി മിത്താരോ തെയ്താരോ 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 തകതിന്തി മിത്താരോ തെയ്താരോ 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 തകതിന്തി മിത്താരോ തെയ്താരോ. നമ്മളിപ്പോ ചാലക്കുടി പുഴയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പുഴയുടെ കരയിൽ നിന്ന് കേരളം ഏറ്റവും കൂടുതൽ കേട്ടത് കലാഭവൻ മണിയുടെ പാട്ടുകളാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ചാലക്കുടി പ്രസീതയുടെ പാട്ടുകളാണ്. അപ്പോൾ നമ്മുടെ നാടിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വേറൊരു ഹരത്തിലാണ്, വേറൊരു ആഘോഷത്തിലാണ്, വേറെ ചൂടിലാണ്. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ നടുവിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പ്രസീതയെ കണ്ടുമുട്ടുന്നത്. തീർച്ചയായും പ്രസീതയ്ക്കൊരു രാഷ്ട്രീയം ഉണ്ടാകണം. കാരണം ഒരുപക്ഷെ പ്രസീത പാടുന്ന പാട്ടുകൾ തന്നെ ഒരു രാഷ്ട്രീയമാണ്. അത് ഏറ്റവും അടിത്തട്ടിലുള്ള നാടൻ മനുഷ്യരുടെ അത്തരം പാട്ടുകളാണ് പാടുന്നത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രസീതയുടെ മനസ്സിൽ വരുന്ന ഈ ഒരു രാഷ്ട്രീയം എന്താണ്? നിങ്ങളൊരു കലാകാരിയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം എന്താണത്? പ്രസീതനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, പ്രസീത ഏത് പക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് കൊണ്ടു നടക്കുന്നത്. പക്ഷം പിടിച്ചു പറയുകയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ ഇടതുപക്ഷത്തെക്കാൾ ഉപരി നമ്മുടെ ഒരു പേഴ്സണാലിറ്റി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു ചെറുപ്പകാലത്തിന്റെ ഒരു വരവ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ പേര് തന്നെ ദേശാഭിമാനി സുബ്രഹ്മണ്യം എന്നാണ്, സുബ്രൻ എന്നാണ്. ദേശാഭിമാനി സുബ്രൻ എന്ന് പറഞ്ഞാലാണ് അറിയാം. കാരണം ഞങ്ങളുടെ നാട്ടിൽ കുറെ സുബ്രന്മാരുണ്ട്. അപ്പൊ ഏത് സുബ്രാൻ ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമുണ്ട് സുബ്രൻ അല്ലെങ്കിൽ ദേശാഭിമാനി സുബ്രൻ എന്ന് പറഞ്ഞാലാണ് എൻ്റെ അച്ഛൻ്റെ ഏട്ടനെ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണും എൻ്റെ ഒരു. പിന്നെ നാടൻപാട്ടിന്റെ ഒരു രംഗത്തേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പൊ കൈരളി ചാനലിന്റെ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാടൻപാട്ട് രംഗത്ത് വന്ന സജീവ സാന്നിധ്യം പാർട്ടിയിലൂടെ തന്നെയായിരുന്നു. കാരണം SFIയുടെ കലാജാഥകളിലൂടെയാണ് കേരളവർമ്മ കോളേജിൽ നിന്ന് നാടൻപാട്ടിന്റെ അധ്യക്ഷരം കുറിക്കുന്നത്. കാരണം ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടിയിട്ട് SFIയുടെ ഒരു കാൽനട ജാഥ ഉണ്ടായിരുന്നു, കാൽനട പ്രചരണ ജാഥ. 5-6 ദിവസത്തെ ഒരു ജാഥയായിരുന്നു. അപ്പോൾ ഒരുപാട് സഖാക്കൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ വണ്ടി ആദ്യം പോകുന്ന കുറച്ച് പാട്ട് പാടി അവിടെ ആളുകളാകുമ്പോഴേക്കും ജാഥ വന്ന് ചേരുന്നു. അവിടെ പ്രസംഗം കാര്യങ്ങൾ അടുത്ത സെന്ററിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങനെ ഒരു 6 ദിവസത്തെ ഒരു ജാഥയിലാണ് ഞാൻ ആക്ച്വലി ചേർന്നത്. അന്നത്തെ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങൾ വെച്ചിട്ടുള്ള ഒരു നാടകത്തിലെ നടിയും കൂടിയായിരുന്നു ഞാൻ. ഒപ്പം ഞങ്ങൾ പാടിയേർന്ന പാട്ടാണ് ജിതേഷ് കക്കടിപ്പുറം ചേട്ടന്റെ കൈതല പായൂരിച്ചെന്നുള്ള പാട്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ വരവ് തന്നെ അതെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് വരവ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളിലും ഈ മുഴങ്ങുന്നത് ഇപ്പോഴും നാടൻ പാട്ടുകളിലാണ് അല്ലേ? നാടൻ അതിപ്പോൾ പ്രസീതയുടെ പാട്ടായാലും കലാഭവൻ മണിയുടെ പാട്ടുകളായാലും മറ്റാരുടെ പാട്ടുകളായാലും ഒരു ജനങ്ങളുടെ പാട്ട് എന്ന് പറയുന്നത് ഈ പാട്ടാണെന്ന തരത്തിലാണ് അല്ലേ? അപ്പോൾ ആ ഒരു തലത്തിലും കൂടി
എനിക്ക് തോന്നുന്നത് പ്രസീത സ്വീകാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇത്തരം വേദികളിലും രാഷ്ട്രീയ വേദികളിലും. അത് വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നാടൻപാട്ടിന്റെ ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് അത്. അതായത് ഇപ്പോൾ ഒരു സെന്റർ ഒരു കേന്ദ്രം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു നേതാവ് പ്രസംഗിക്കുന്നതിന് മുമ്പ് കുറച്ച് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി കൂടി നമ്മുടെ നാടൻ കലകളും നാടൻ പാട്ടുകളും ഉപയോഗപ്രദമാക്കുന്നുണ്ട്. ആക്ച്വലി KPSC പ്രസ്ഥാനങ്ങളെ പോലെയുള്ള പണ്ടത്തെ അതെ 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 നാടകഗാനങ്ങൾ KPSCയുടെ പല നാടകഗാനങ്ങൾ എടുത്തപ്പോ വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ സുലോചന ടീച്ചറുടെ പാട്ടുകള് പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് നാടൻ ഈണങ്ങളെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ജനറലി എല്ലാവരും അത് ഉപയോഗപ്പെടുത്തി തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് KPSCയുടെ നാടകഗാനം. പറയാറുണ്ട് KPSC ഉഴുതുമറിച്ച മണ്ണിൽ കൂടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വളർന്നത്. അതുപോലെ തന്നെ ഇത്തരം നാടൻ പാട്ടുകാർ കൂടി ഇത്തരം കലാകാരന്മാർ കൂടി ഉഴുതുമറിച്ച മണ്ണിലാണ് ഇപ്പോൾ എനിക്കൊന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇവർക്ക് നാടൻ പാട്ടുകാരോടൊരു കടപ്പാടും ഇത്തരം കലാകാരന്മാരുടെ ഒരു കടപ്പാടും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മണ്ഡലത്തിലാവുമ്പോൾ ഒരു കലാകാരൻ കൂടിയാണ് മത്സരിക്കുന്നത്. തീർച്ചയായും കാരണം നിഷ്കളങ്കതയുടെ പര്യായമാണ് കലാകാരന്മാർ. അയാളുടെ പേര് നിഷ്കളങ്കതയാണ്. അതെ കാരണം ഇങ്ങനെ നിഷ്കളങ്കമായ ഇടപെടലുകളിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും തൊട്ടറിഞ്ഞ അങ്ങനെ വേണം പറയാൻ, അറിയുന്ന അങ്ങനെ വേണം പറയാൻ. കാരണം ഇന്നസെന്റ് ഏട്ടൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു MP ഫണ്ടിൽ നിന്ന് ഏറ്റവും അധികം ഫണ്ട് വിനിയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവ് ഞങ്ങളുടെ ഇന്നസെന്റ് ഏട്ടനാണ്. അക്കാര്യത്തിലൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കപ്പെടുന്ന ഇന്നസെന്റ് ഏട്ടൻ തന്നെ ഇനിയും വിജയിക്കണമെന്ന് ചാലക്കുടിക്കാരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഞങ്ങളുടെ ഒരു അവകാശം കൂടിയാണ്. അത് പക്ഷെ അതിനിടയിൽ ഒരു വലിയൊരു ദുര്യോഗം നിങ്ങൾക്ക് വന്നു, പ്രളയം. അതെ തീർച്ചയായും അല്ലേ? അത് ഈ ചാലക്കുടി ഈ കാണുന്ന പുഴയൊന്നും അല്ല. അതെ നമ്മുടെ കൈരളിയുടെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പുഴ നിറഞ്ഞൊഴുകിയിട്ട് വെള്ളത്തിന്റെ അച്ച കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പുഴയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ? എന്നിരുന്നാലും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അതാണ് ഞാൻ പറഞ്ഞത്, ചാലക്കുടിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചാലക്കുടിയിലെ വളർച്ച എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ചാലക്കുടി പഴയ രീതിയിലേക്ക് പരമാവധി എടുക്കാവുന്ന സ്പീഡില് മുഴുവൻ അല്ലെങ്കിലും ഒരു 75% ചാലക്കുടി പഴയ രീതിയിലേക്ക് വന്നു. ഒരു സംശയമില്ല. ചാലക്കുടി അതിന്റെ ആ ഒരു ഈ പ്രളയത്തിൽ നിന്നല്ല വളരെ വേഗം മുക്തമായി. അതിന്റെയൊക്കെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കരുത്തും ഒരു അതിജീവന ശക്തിയൊക്കെ ഉണ്ടല്ലേ? ചാലക്കുടിക്കാരുടെ ഒരു ശക്തിയാണല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഇന്നസെന്റ് ഏട്ടൻ എല്ലാ ഭാഗങ്ങളിലും എത്തി. ഇന്നസെന്റ് ഏട്ടനെ പോലെയുള്ള BD ദേവസ്യേട്ടനെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാര് എവിടെയൊക്കെ ചെല്ലാൻ ആരുടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചെന്ന് അവര് വണ്ടിയെടുത്ത് ചെന്ന് പ്രശ്നങ്ങളെ പറ്റി അറിഞ്ഞ് പഠിച്ചിട്ടാണ് ബാക്കി അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയത്. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നെയാണ് അവരെ കിട്ടിയത്. രണപടകമിതാ പടയണികളിതാ അലമാലകളിലകും പോലെയതാ രണവീതികളിൽ ചേർന്നുയരുകയായി അലമാലകളിലകും പോലെയതാ രണപടകമിതാ പടയണികളിതാ അലമാലകളിലകും പോലെയതാ ജനവീതികളിൽ ചേർന്നുയരുകയായി അലമാലകളിലകും പോലെയതാ. നിഷ്കളങ്കത നല്ലൊരു ഹൃദയവികാരമാണെങ്കിൽ ആ നിഷ്കളങ്കതയെ ഹൃദയത്തിൽ പേറുന്നവരാണ് ചാലക്കുടിക്കാർ. ഒന്നും മറച്ചുവെക്കാനില്ലാത്തവർ, ഏത് അപരിചിതനോടും സൗഹൃദത്തിന്റെ വാത്സല്യ ഭാഷയിൽ തന്നെ സംസാരിക്കാനാവുന്നവർ. ആ നിഷ്കളങ്കതയ്ക്ക് ഇംഗ്ലീഷിൽ തത്സമമായി ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഇന്നസെന്റ്. ചാലക്കുടി പുഴയുടെ കരയിൽ നിന്നും തൽക്കാലം യാത്ര പറയുകയാണ്. ഇനി അടുത്ത മണ്ഡലത്തിൽ വെച്ച് അടുത്തൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം. കാത്തിരിക്കുക. ശുഭയാത്ര. രണപടകമിതാ പടയണികളിതാ അലമാലകളിലകും പോലെയതാ രണവീതികളിൽ ചേർന്നുയരുകയായി അലമാലകളിലകും പോലെയതാ രണപടകമിതാ പടയണികളിതാ അലമാലകളിലകും പോലെയതാ ജനവീതികളിൽ ചേർന്നുയരുകയായി അലമാലകളിലകും പോലെയതാ.